ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വളരെ സന്തോഷകരമായൊരു അവസ്ഥയാണ് നമ്മുടെ CSEBക്ക് വേണ്ടി പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ 2019 നമ്മുടെ CSEB വഴി സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച് കയറാനുള്ള ഒരു അവസരം പൂർണ്ണമായിട്ട് നമുക്ക് തുറന്നു അല്ലേ. അപ്പോൾ അതിനുശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപക്ഷേ കേരള PSC കിടപിടിക്കുന്ന തരത്തിലുള്ള ഏകദേശം 3700 സ്ഥാപനങ്ങളിലേക്കാണ് നമ്മുടെ ക്ലറിക്കൽ തസ്തികയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സിലബസ് ഇല്ല എന്നുള്ളതാണ്. സിലബസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അല്ലെ ഇത്ര മാർക്ക് ഇന്നത് ഇത്ര മാർക്ക് ഇന്നത്, പക്ഷേ ലോകത്ത് നിന്ന് എവിടെ നിന്ന് വേണോ ചോദ്യം ചോദിക്കാൻ തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ലോയുമായി ബന്ധപ്പെട്ട് എങ്ങനെ വേണോ ചോദ്യങ്ങൾ ചോദിക്കാവുന്ന തരത്തിലുള്ളൊരു രീതിയിലാണ് നമ്മുടെ CSEBയുടെ പരീക്ഷ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഒരു കൺഗ്രാറ്റ്സ് പറയാണ് ആദ്യം സഹകാരിയുടെ ചുണക്കുട്ടികൾക്ക്, സഹകാരിയുടെ 6000-ഓളം വരുന്ന കുട്ടികളുടെ, അതോടൊപ്പം സഹകാരി പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല പുറമേ നിന്നുള്ള കുട്ടികളെ എല്ലാവരുടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് CSEB ഒരു ചേഞ്ച് പറഞ്ഞു അല്ലേ. 100 മാർക്കിലേക്ക് പരീക്ഷ മാറ്റുന്നു, മൈനസ് മാർക്ക് ഇല്ല, പരീക്ഷയുടെ രീതി മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ വന്ന സിലബസ് എന്തായിരുന്നു? പഴയ പോലെ തന്നെയായിരുന്നു അല്ലേ. എത്രയാ പറഞ്ഞേ? 30 മാർക്കിൽ 15 മാർക്കിന് ജനറൽ കോർപ്പറേഷൻ, 15 മാർക്കിന് ലോ, അതുപോലെ അങ്ങനെ 30 മാർക്കിന് കോർപ്പറേഷൻ്റെ ഭാഗം, 20 മാർക്കിന് ബാങ്കിങ്, 20 മാർക്കിന് അക്കൗണ്ടൻസി, പിന്നെ 10 വെച്ച് ഇംഗ്ലീഷ്, GK, അതുപോലെ എന്താണ് നമ്മുടെ മാത്സ് അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി അല്ലേ. ഇങ്ങനെയാണ് സിലബസ് വന്നത്. ആ അവസരത്തിലാണ് സഹകാരിയുടെ കുട്ടികളടക്കം നമ്മളൊന്ന് സംഘടിപ്പിക്കുകയും അതിനോടൊപ്പം ഒരുപാട് നിവേദനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മുന്നോട്ട് പോവുകയും നമുക്കൊരു ഡീറ്റെയിൽഡ് സിലബസ് ആവശ്യമാണെന്നൊരു ആവശ്യം വിത്ത് ഡ്യൂ റെസ്പെക്ട് നമ്മൾ എന്ത് ചെയ്തു? ബോർഡിനെ അറിയിച്ചു. അപ്പോൾ ബോർഡ് അതുമായി ബന്ധപ്പെടുത്തി ആദ്യത്തെ സിലബസ്, സെക്രട്ടറി സിലബസ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് മക്കളെ. അപ്പോൾ ഇത് നിങ്ങളുടെ വിജയമാണ്, നമ്മുടെ പിള്ളേരുടെ വിജയമാണ് കേട്ടോ. ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി വളരെ സ്മൂത്ത് ആയിരിക്കും കാര്യങ്ങൾ, ഒരു കുഴപ്പമില്ല. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ ഇതുപോലെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് തന്നിട്ട് സഹകാരിയുടെ പഠിപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. കഴിഞ്ഞ കേരള ബാങ്കും JSE നമ്മൾ പിക്ക് ചെയ്തതുപോലെ തന്നെ CSEB പരീക്ഷ റൂട്ടോട് കൂടി നമ്മൾ തൂക്കിയെടുക്കും അല്ലേ. അതിന് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കാം മക്കളെ. ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കിനാണ് വന്നിരിക്കുന്നത്. ഇത് മുഴുവൻ നമ്മൾ പഠിച്ചിട്ടുള്ള മേഖല തന്നെയാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ ടൈപ്പ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്, different parts of speech, agreement of subject and verb, articles, use of primary and modal auxiliary verbs, അതുപോലെ question tag, infinitive and gerunds, tenses in conditional sentences, prepositions, the use of correlatives, direct and indirect speech, active and passive, correction of sentences, degrees of comparisons. പക്ഷേ കൃത്യമായിട്ട് മാർക്കിന്റെ എന്ത് കൊടുത്തിട്ടില്ല, ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ല. പണ്ടാണെന്നുണ്ടെങ്കിൽ CSEB കുഴപ്പമുണ്ട്. എന്താ ഓക്സിലറി ഇഷ്ടപ്പെട്ടാൽ ഓക്സിലറി 5 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചോളെ അല്ലേ. ഇനിയും അങ്ങനെയാണോ വരുന്നത് പറയാൻ പറ്റത്തില്ല. പക്ഷേ 10 മോഡലാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാമായിരുന്നു. കുഴപ്പമില്ല. എന്നാൽ നമുക്ക് ഇത് പഠിച്ചാൽ മതിയല്ലോ അല്ലെ. വൊക്കാബുലറിയിലെ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്, അതുപോലെ കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ഇത്രയും കാര്യങ്ങൾ വൊക്കാബുലറി വരുന്നുണ്ട്. അങ്ങനെ ഇത്രയും കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, പഠിച്ച് അടിപൊളിയായിട്ട് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സെറ്റായി കഴിഞ്ഞില്ല, തീർന്നില്ല. ആന്റോണിംസ്, ഫ്രേസൽ വെർബ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ് വേർഡ്സ് അല്ലേ, അതുപോലെ വെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയംസ് ആൻഡ് അതർ മീനിങ്സ്, അതുപോലെ എക്സ്പാൻഷൻ മീനിങ്സ് ആൻഡ് കോമൺ അബ്രിവിയേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ പിന്നെ GK ഇതായിരുന്നു നമുക്ക് ആവശ്യം അല്ലേ. നമുക്ക് ആവശ്യം ഇതായിരുന്നു. പക്ഷെ മക്കളെ സിലബസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് വളരെ കടലാരി കിടക്കുകയാണ്. UN-നുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിക്കാം? ഹിസ്റ്ററി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദിക്കാം? ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിക്കാം? അതുപോലെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് എന്തും ചോദിക്കാം. അതുമായി ബന്ധപ്പെടുത്തി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് കേരള, വളരെ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന അല്ലെ, കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ 5 ഇയർ പ്ലാൻസ് ആൻഡ് ഇക്കണോമിക് റിഫോംസ് അറിഞ്ഞിരിക്കണം. റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ ഗവേണൻസ് ആൻഡ് ഗവേണൻസ് സിസ്റ്റംസ് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, ഓഷ്യൻസ്, കോണ്ടിനെന്റ്സ്, ഗ്ലോബൽ വാർമിംഗ്, കേരളാസ് ജിയോഗ്രഫി, ഡിസ്ട്രിക്ട്സ്, റിവേഴ്സ്, അഗ്രികൾച്ചറൽ ക്രോപ്സ്, മിനറൽസ്, ഗ്രീൻ റെവല്യൂഷൻ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, വേൾഡിൽ ഇന്ത്യ കേരള അല്ലെ, വേൾഡിലും ഇന്ത്യയിലും കേരളയുള്ള ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എല്ലാം കൃത്യമായിട്ട് എടുക്കണം. അതിനോടൊപ്പം കറണ്ട് അഫയേഴ്സിനും തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര ക്ലാസ്സുകളാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മുടെ റാങ്ക് ഫയൽ ഉടനെ തന്നെ പുറത്തു വരും. കാര്യം കഴിഞ്ഞ സമയത്ത് CSEBയുടെ ഇത്തരത്തിൽ ചുവടുമാറ്റം വന്നപ്പോഴത്തേക്ക് നമ്മൾ റാങ്ക് ഫയലിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് ഈ സാധനം കിട്ടുമെന്ന് കുട്ടികൾ ചോദിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മൂവ്മെന്റ് മുൻകൂട്ടി കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ റാങ്ക് ഫയൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ നമ്മൾ റാങ്ക് ഫയൽ ഇതിനനുസൃതമായിട്ട് തന്നെ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് ഒരൊറ്റ ബുക്കിലൂടെ
ബുക്കിലൂടെ ഏകദേശം 2 വോളിയമുള്ള ഒറ്റ ബുക്കിലൂടെ നമ്മുടെ ഈ പരീക്ഷയെ ട്രാക്ക് ചെയ്യാൻ പറ്റിയ റാങ്ക് ഫയൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ അതവിടെ കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കാരണം നമ്മൾ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കളെ ഇത് കണ്ടിട്ട് നിങ്ങൾ വളരെ കുറച്ചല്ലോ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നല്ല കണ്ടന്റ് ഉണ്ട് നമുക്ക്. പക്ഷേ എപ്പോഴും നേരത്തെ നമ്മൾ സിലബസ് പ്രിപ്പയർ ചെയ്ത പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഇത് ഓരോ ഹെഡ് പോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനെക്കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട. ഇനി ടെസ്റ്റ് ഓഫ് റീസണിംഗ് നോക്കാം. ടെസ്റ്റ് ഓഫ് റീസണിംഗിൽ ബേസിക് അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സ്കിൽസ് ആണ് വന്നിരിക്കുന്നത്. നമ്പർ ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ലോസ് ഓഫ് എക്സ്പൊണൻസ്, മെൻസുറേഷൻ, അതുപോലെ പ്രോഗ്രഷൻസ്, സീരീസ് വരുന്നുണ്ട്, പിക്ചർ സീരീസ്, നമ്പർ സീരീസ് എല്ലാം വരുന്നുണ്ട്. പ്രോബ്ലംസ് ഓഫ് മാത്തമാറ്റിക്സ്, സയൻസ്, പൊസിഷൻ ഡിറ്റർമിനേഷൻ ടെസ്റ്റ്, അനലോഗി, വേർഡ് അനലോഗി, ആൽഫബറ്റ്, നമ്പർ അനലോഗി എല്ലാം വരുന്നുണ്ട്. ഓഡ് മാൻ ഔട്ട്, നമ്പർ റിവ്യൂസ് ഇഷ്യൂസ്, അതുപോലെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, പിന്നെ ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻസ്, അതുപോലെ ടൈം ആൻഡ് ആംഗിൾസ്, അതുപോലെ ടൈം ഇൻ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി. ഇത്രയും മൊഡ്യൂൾസ് ആണ് നമുക്ക് എന്തിലെ മെന്റൽ എബിലിറ്റി വരുന്നത്. കൃത്യമായിട്ട് ഓരോ മൊഡ്യൂൾ ബൈ മൊഡ്യൂൾ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ക്ലാസ് തന്നെ നിങ്ങളെ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും നമ്മൾ ഇതിന് ശേഷം അങ്ങോട്ട് ആസൂത്രണം ചെയ്യുന്നത്. ഇനി നോക്കാം, നമ്മുടെ ഒരു ജനറൽ ടോപ്പിക്ക് 30 മാർക്കിന്റെ ഏരി കഴിഞ്ഞല്ലേ. ഇനി 10 മാർക്കിന് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ വരുന്നുണ്ട്. കോപ്പറേഷൻ പ്രിൻസിപ്പിൾസ് ഡെഫിനിഷൻ മുതൽ ICA വാല്യൂസ് ആൻഡ് എത്തിക്സ് തൊട്ട് തുടങ്ങി നമ്മുടെ സോഷ്യലിസം കമ്മ്യൂണിസം വരെ എത്തി നിൽക്കുന്നു അല്ലേ. നമ്മളൊക്കെ പഠിക്കുന്ന ഏരിയ തന്നെയാണ്. അടുത്ത് നോക്കാം, കോപ്പറേഷൻ ഫോറിൻ കൺട്രീസ് എടുക്കുമ്പോൾ ഇംഗ്ലണ്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പിന്നെന്താ, ജർമ്മനിയും ഡെൻമാർക്കും നമുക്ക് കുറച്ച് രാജ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ്, കാരണം പല കുട്ടികൾക്കും ഈ പറഞ്ഞ പല രാജ്യങ്ങളിലെ പേര് പഠിച്ച് തല കറങ്ങുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ. അതിനൊക്കെ ഒരു തൽക്കാലം വിടാം അല്ലേ. നമുക്ക് ഡെൻമാർക്കിൽ തന്നെ ഡയറി കോപ്പറേറ്റീവ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതുപോലെ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് കൃത്യമായിട്ട് ആ ARCC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് NCU തുടങ്ങി ഇന്റർനാഷണൽ കോപ്പറേറ്റ് ഡേയിലും അതുപോലെ കോപ്പറേറ്റീവ് ഫ്ലാഗിലും എത്തി നിൽക്കുന്ന നമ്മുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷനിങ്, ഇത്രയും സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫംഗ്ഷനിങ്, അതുപോലെ ഒബ്ജക്ട്സ് ആൻഡ് വർക്കിംഗ് ഓഫ് പേ കാർഡ് ബാങ്ക്, കേസ് കാർഡ് ബാങ്ക് ഭാഗങ്ങളെല്ലാം, അതുപോലെ നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പിന്നെന്താ വരുന്നത്, മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പിന്നെന്താ വരുന്നത്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് അല്ലേ. പിന്നെ ആപ്കോസ് മക്കളെ അടിപൊളിയാണ്. ഇനി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ. അതുപോലെ SC/ST ഫെഡ്, മത്സ്യ ഫെഡ് അടക്കമായ കാര്യങ്ങൾ. അടുത്ത എന്താ മക്കളെ, റിസ്ക് ഫണ്ട്, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം അടക്കമുള്ള കാര്യങ്ങൾ. അതുപോലെ ഫംഗ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് അല്ലെ. അതുപോലെ കോപ്പറേറ്റീവ്സ് ഡിപ്പാർട്ട്മെന്റ് സെറ്റപ്പ് ഇൻ കേരള. പിന്നെ അടുത്ത് വരുന്ന ആക്ട് ആൻഡ് റൂൾസ് ആണ് 15 മാർക്കിന്. അവിടെ കേരള കോപ്പറേറ്റ് സൊസൈറ്റീസ് ആക്ട് 1916 ആസ് അമെൻഡഡ്, ആക്ടും വരുന്നുണ്ട്, റൂളും അമെൻഡ് ചെയ്യപ്പെട്ട രീതിയിൽ പഠിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പരീക്ഷ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ധാരണ കിട്ടും എങ്ങനെയാണ് ലോ പഠിക്കേണ്ടത്. ഇതുവരെ പഠിച്ച രീതിയിലായിരിക്കില്ല, ഉറപ്പാണ് മക്കളെ, ഉറപ്പാണ്. ഇതുവരെ പഠിച്ച പോലെ നമ്മൾ ആക്ടും റൂളും മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, ഇൻ ഡെപ്തിലേക്ക് പോകേണ്ടി വരും. അതിന്റെ ആപ്ലിക്കേഷൻ പഠിക്കേണ്ടി ഒരു ഉറപ്പാണ്. ഞാൻ ഈ പറഞ്ഞ മാർക്ക് വെച്ചോ പരീക്ഷ കഴിയും നിങ്ങൾ ഓർക്കും കേട്ടോ. അതുപോലെ ബാങ്കിങ് മക്കളെ 20 മാർക്കാണ് ബാങ്കിങ് വരുന്നത്. ബാങ്കിങ് സിസ്റ്റംസ് ഇൻ ഇന്ത്യ, ഷെഡ്യൂൾഡ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ KYC വരുന്നുണ്ട്, റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ഫംഗ്ഷൻസ് ഓഫ് RBI, ബാങ്കിങ് BR ആക്ട്, അതുപോലെ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, ഇഷ്യൂസ് ഓഫ് കറൻസി നോട്ട്സ്, ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസംസ്, നോമിനേഷൻ റൂൾ, സെറ്റിൽമെന്റ്സ് ഓഫ് ക്ലെയിംസ്, അതുപോലെ ഗാർണിഷ്യൂ ഓർഡർ വരുന്നുണ്ട്, ഇഷ്യൂ ആൻഡ് പേയ്മെന്റ് ഓഫ് DD വരുന്നുണ്ട്, അതുപോലെ RBI ഡയറക്ഷൻസ് ഓൺ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്സ് വരുന്നുണ്ട്, ലോ ഓഫ് ലിമിറ്റേഷൻ ഇൻ ബാങ്കിങ് വരുന്നുണ്ട്, TDS ആൻഡ് ഇൻകം ടാക്സ് പ്രൊവിഷൻ വരുന്നുണ്ട്. പിന്നെ GST പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. GST പുതുതായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ബാങ്ക് ഗ്യാരണ്ടി വരുന്നുണ്ട്, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഇൻ ബാങ്ക്സ് വരുന്നുണ്ട്, ഡെപ്പോസിറ്റ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസ് ഓഫ് ബാങ്ക്സ് വരുന്നുണ്ട്, പ്രയോറിറ്റി സെക്ടർ ഗൈഡ് ലൈൻസ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ബാലൻസ് ഷീറ്റ് ആൻഡ് P&L അക്കൗണ്ട്സ് ഓഫ് ഫേംസ് ആൻഡ് അപ്രൈസൽ ഓഫ് ലോൺ പ്രപ്പോസൽസ് ഇതെല്ലാം വരുന്നുണ്ട്. റെസൊല്യൂഷൻ ഓഫ് സ്ട്രെസ്ഡ് അസറ്റ്സ് വരുന്നുണ്ട്, ബേസൽ നോംസ്, ക്യാമൽ റേറ്റിംഗ്, ലീഡ് ബാങ്ക് സ്കീം, ഫ്രോഡ്സ് ഇൻ ബാങ്ക്സ്, എത്തിക്സ് ഇൻ ബാങ്കിങ്, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തിൽ വരുന്ന മക്കളെ, ബാങ്കിങ് കഴിഞ്ഞില്ല, സുകന്യ സമൃദ്ധി പോലുള്ള കാര്യങ്ങൾ. പിന്നെ അക്കൗണ്ടിങ് 15 മാർക്കിന്റെ അക്കൗണ്ടിങ് നോക്കാം. ഡിഫിനിഷൻ ആൻഡ് ഒബ്ജക്ട് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എക്സെട്ര വരുന്നുണ്ട്. പിന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്, ജേണൽ, ലെഡ്ജർ തൊട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ്, ഡിപ്രീസിയേഷൻ മെത്തേഡ്സ്, കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് കുറച്ച് വിശാലമായിട്ട് കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് പണ്ടത്തെ പോലെ കുറച്ച് ബേസിക്സ് പഠിച്ചാൽ പോരാ, കുറച്ചധികം വിശാലമാണ്. അതുപോലെ ലേബർ കോസ്റ്റ്, പിന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ്, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റംസ്,
അതുപോലെ പിന്നെന്താ ഓഡിറ്റ് 10 മാർക്കിനല്ലേ, അതിൽ ഒറിജിൻ വരുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, വൗച്ചിങ് വരുന്നുണ്ട്, വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് വരുന്നുണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് നോട്ട്, ഓഡിറ്റ് ഡിഫക്ട്സ്, അസറ്റ് ക്ലാസിഫിക്കേഷൻ നോംസ്, ഇത്രയും കാര്യങ്ങൾ മൊത്തം 100 മാർക്കിനാണ് നമ്മുടെ സെക്രട്ടറി സിലബസ് വന്നിരിക്കുന്നത്. അടുത്ത നമ്മുടെ സിലബസ് ഉടൻ തന്നെ വരും. അത് കരസ്ഥമാക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ട സഹകാരിയുടെ എല്ലാ ചുണക്കുട്ടികൾക്കും അഭിവാദ്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ നമുക്ക് ഒരുമിച്ച് ഇതുപോലെ മുന്നോട്ട് പോകാം. ഇനി വരുന്ന കഴിഞ്ഞ CSU പരീക്ഷയിൽ ആദ്യ റാങ്കുകളൊക്കെ സഹകാരിയുടെ പിള്ളേർ തൂക്കിയതുപോലെ ഇനി വരുന്ന പരീക്ഷകളിലെല്ലാം ആദ്യ റാങ്കിൽ സഹകാരിയുടെ കുട്ടികൾ മാത്രമായി വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അതാണ് നമ്മുടെ സ്വപ്നം. അപ്പോൾ എന്തായാലും പഠനം സെറ്റാക്കുക, പവറാക്കുക. പുതിയ ബാച്ച്, പുതിയ സിസ്റ്റത്തിന്, പുതിയ സിലബസിനനുസരിച്ച് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാച്ചുള്ള ആൾക്കാർ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കോഴ്സ് എല്ലാം പുതിയ സിലബസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അടുക്കി നിങ്ങൾക്ക് തരും. നിങ്ങളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിക്കും. നിങ്ങൾ മെന്റേഴ്സിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക കേട്ടോ. മെന്റേഴ്സിനെ നിങ്ങൾ ഞെക്കി പിഴിയുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ജോലി സെക്യൂർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രമാത്രം പറയാനുള്ളൂ. എല്ലാ കൂട്ടുകാരും നല്ല പവറായിട്ട് പഠിച്ച് മുന്നോട്ട് വന്നാട്ടെ. നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലേ, നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തി. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് അവർക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് മക്കളെ നിങ്ങളുടെ ആദ്യത്തെ അഡ്വൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. അത് നിങ്ങൾ കൊടുക്കുന്ന മാത്രയിൽ സഹകാരിയുടെ ടീമിനോടൊപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലുണ്ടാകും, നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട്. അതൊക്കെയാണ് നമ്മുടെ സ്വപ്നം. താങ്ക് യു ആൾ.